ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ ആദരവോടെ യേശുവിനെ നമ്മുടെ ഇടയിലേക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം. നീ എൻ്റെ സംഗീതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമില്ല, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ അടിയനിതാ നാഥാ അടിയനിതാ നാഥാ അടിയനിതാ നാഥാ അടിയനിതാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം, സ്നേഹത്തോടെ നോക്കാം. ഈ ആരാധനയുടെ സമയം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ അഭിഷേകം ലഭിക്കുവാനാണ്. നിത്യജീവന് നമ്മെ അർഹരാക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. യോഹന്നാൻ 17:3 വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിത്യജീവൻ ലഭിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും നാം അറിയണം. കർത്താവേ, അറിവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക. ഈ ആരാധനയിൽ ഒരു ചിന്ത നമ്മെ ഭരിക്കേണ്ടതിന് സഹായമാകുന്ന ഒരു വചനഭാഗം നമുക്കെടുക്കാം. ഫിലിപ്പിയർ 3 ഒരു ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഫിലിപ്പിയർ 3 അതിൻ്റെ 1 മുതലുള്ള വചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവനാണ് ഞാൻ. നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവനും. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുകയും അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. ഏതാനും നിമിഷങ്ങൾ കണ്ണുകളൊന്ന് അടയ്ക്കാം. ഈ വചനഭാഗം തരുന്ന സന്ദേശം ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം.
യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാണ്. അത് വരുമ്പോഴാണ് ബാക്കിയെല്ലാം ഉച്ഛിഷ്ടമായി, കുപ്പയായി, വില കുറഞ്ഞതായി നമുക്ക് കണക്കാക്കാൻ പറ്റുക. ഈ അറിവ് നമുക്കില്ലെങ്കിൽ കുപ്പയായ പലതും വലിയ വിലപിടിപ്പുള്ളതായിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കും. കർത്താവേ, അങ്ങയെക്കുറിച്ച് അറിയുവാൻ, അങ്ങയെ അറിയുവാൻ, അങ്ങ് നൽകുന്ന അറിവ് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. യേശുവാകുന്ന ജ്ഞാനം അത് നമ്മൾ തിരിച്ചറിയണം. യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം അതും നമ്മൾക്ക് വേണം. യേശു നൽകുന്ന അറിവ് അതും നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതം അനുഗ്രഹപൂരിതമാക്കും. ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ ഏതാനും രോഗസൗഖ്യങ്ങളോ അല്ലെ ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോകരുത്. 1 കൊറിന്തോസ് 15-19 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് യേശുക്രിസ്തുവിൽ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളെപ്പോലെ നിർഭാഗ്യവാന്മാരായവർ മറ്റാരുണ്ട്. അതുകൊണ്ട് ഉന്നതമായ കാര്യങ്ങൾ നമുക്കുണ്ടാകണം. അറിവിൻ്റെ അഭിഷേകം, അതാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ നമ്മൾ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അറിവ് നമുക്ക് ലഭിക്കുവാൻ, ആരാണ് യേശു എന്നുള്ള അറിവ് നമുക്ക് ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അറിവ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഏകസ്വരത്തിൽ പാടി പ്രാർത്ഥിക്കാം. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ, അറിവ് നൽകണമേ. ദാനിയേലിൻ ദൈവമേ, അറിവ് നൽകണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നിൽ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. യേശുവിനെ കുറിച്ചുള്ള അറിവ്, യേശു നൽകുന്ന അറിവ് ആഗ്രഹിച്ചു പാടുക. കർത്താവേ, അത് എന്നിൽ അഭിഷേകമായി മാറട്ടെ. സ്നേഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ
ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ശ്രീഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ അറിവ് നൽകണമേ. ആത്മാവേ എന്നിൽ നീ ജ്ഞാനം നൽകണമേ. ആത്മാവേ എന്നിൽ നീ അറിവ് നൽകണമേ. ആത്മാവേ എന്നിൽ നീ ജ്ഞാനം നൽകണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ അറിവ് നൽകണമേ. ആത്മാവേ എന്നിൽ നീ ജ്ഞാനം നൽകണമേ. ആത്മാവേ എന്നിൽ നീ അറിവ് നൽകണമേ. ആത്മാവേ എന്നിൽ നീ ജ്ഞാനം നൽകണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. യേശുവിനെക്കുറിച്ചുള്ള അറിവ് നമ്മിൽ ഒരു അഭിഷേകമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ അല്പസമയം സ്തുതിക്കാം. യേശുവിന്റെ മകനീയ നാമം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ആ നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് അറിവ് പകരണമേ. കർത്താവേ, ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഹൃദയം അങ്ങയെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്വസ്ഥാനങ്ങളിലിരുന്ന് ദൈവത്തെയും മനസ്സിനെയും ശാന്തമാക്കാം. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തും. കർത്താവിനെ അന്വേഷിച്ചു പോകുന്നവർ കർത്താവിനെ കണ്ടുമുട്ടും. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്ന നിമിഷം ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. കർത്താവെ, അങ്ങയെക്കുറിച്ച് അറിയുന്നത് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അറിവ് ഞങ്ങൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുക. സമ്പത്തിനേക്കാൾ, സ്വർണത്തേക്കാൾ, ഭക്ഷണപദാർത്ഥങ്ങളെക്കാൾ എല്ലാം വില കൂടിയതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കണക്കാക്കുന്നു. വിശുദ്ധ ബൊനവെഞ്ചർ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരാൾക്ക് ആകപ്പാടെയുള്ള അറിവ്, യേശുവിനെ കുറിച്ചുള്ള അറിവ്, മറ്റ് കമ്പ്യൂട്ടറിലോ ഡ്രൈവിങ്ങിലോ കുക്കിങ്ങിലോ വലിയ അറിവൊന്നുമില്ല. എങ്കിലും ആ വ്യക്തിക്ക് അടിസ്ഥാനപരമായ അറിവ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ വിശുദ്ധൻ പറയുന്നത്. ഇതില്ലാതെ മറ്റേത് മേഖലയിൽ നീ പ്രാവീണ്യം തെളിയിക്കുന്ന വ്യക്തിയാണെങ്കിലും ബേസിക് നോളജ് നിനക്കില്ല, അടിസ്ഥാനപരമായ അറിവ് നിനക്കില്ല. അങ്ങനെ ഒരവസ്ഥയിലല്ല നമ്മൾ കഴിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിനെ അറിയുക. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 24-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, യേശു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. ഫിലിപ്പിയർ 3-ാം അധ്യായം 8-9 വചനങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് 1 കൊരിന്ത്യർ 1:5 നമ്മൾ കാണുന്നുണ്ട്. നാം യഥാർത്ഥത്തിൽ സമ്പന്നരാകേണ്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും അവൻ്റെ കൃപയിലുമാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മത്തായി 11:27 മുതൽ വായിക്കുമ്പോൾ ഈശോ ക്ഷണിക്കുന്നുണ്ട്, എൻ്റെ പക്കലേക്ക് വരിക, എൻ്റെ അടുക്കൽ ഇരുന്ന് നിനക്ക് പഠിക്കാൻ പറ്റും, അപ്പോൾ നിനക്ക് ആശ്വാസം ലഭിക്കും. ഈ ക്ഷണം നമുക്ക് സ്വീകരിക്കാം, ഈശോയിലേക്ക് തിരിയാം.
ഹോശേയയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, അജ്ഞത നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന, അജ്ഞത മൂലം എൻ്റെ ജനം നശിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നൊമ്പരത്തോടെ ദൈവം പറയുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ അജ്ഞത അകറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. പലപ്പോഴും കർത്താവെ, അങ്ങേ അറിയാനുള്ള ഒരു ആഗ്രഹം, ഉത്സാഹം ഞങ്ങളുടെ ഭാഗത്തു നിന്നും വന്നില്ല. അതിന് പ്രയത്നിക്കുവാനോ വില കൊടുക്കുവാനോ ത്യാഗമെടുക്കുവാനോ ഞങ്ങൾക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അജ്ഞതയിൽ കഴിയേണ്ടി വരുന്നത്. കർത്താവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങളെ അറിവ് പകർന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല വീഴ്ചകൾക്കും ദൈവത്തോട് മാപ്പ് ചോദിക്കാം. ദൈവത്തെ അറിയാൻ താല്പര്യമില്ലാതെ കഴിയുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവെ, അവരെയെല്ലാം വിശുദ്ധീകരിച്ച് ഈ ദൈവിക ജ്ഞാനത്തിലേക്ക് നയിക്കണമേ. ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുതാപഗാനത്തിൻ്റെ ഭാഗമായി മാറാം. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഈശോയുടെ മുമ്പിൽ നിശബ്ദതയിൽ നമ്മുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും നമ്മെ മഥിക്കുന്ന ജീവിത പ്രശ്നങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ അന്തരംഗത്തിൽ മന്ത്രിക്കണമേ. നീയാണ് എൻ്റെ രക്ഷയെന്ന് എൻ്റെ ആത്മാവിനോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ അറിയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ നമുക്ക് പറ്റണം. ബൗദ്ധികമായിട്ടുള്ള അറിവല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള അറിവ്. അങ്ങനെ അനുഭവമുണ്ടായ വ്യക്തികൾ അവരുടെ ജീവിതം സമൂലം മാറി. പത്രോസിന് അങ്ങനെ ഒരു അനുഭവമുണ്ടായി. അപ്പോസ്തല പ്രവർത്തനം 5:19 നമ്മൾ കാണുന്നു, ജയിലിൽ കിടന്ന പത്രോസിനെ ദൈവദൂതൻ വന്ന് പുറത്തിറക്കുന്നു. നമ്മൾ കാണുന്നു. അതിനുശേഷം പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 29 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നാലും മരണം ഏറ്റെടുക്കേണ്ടി വന്നാലും ഞങ്ങളതിന് സന്നദ്ധരാകും. ജീവിതം മാറും യേശുവിനെ അറിഞ്ഞാൽ. ഈ അറിവ് നമുക്ക് ലഭിക്കാൻ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നവരായി മാറണം. പ്രഭാഷകൻ്റെ പുസ്തകം 1:10 നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആർക്കാണ് ദൈവം ജ്ഞാനം പകരുക? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ആ സ്നേഹത്തിൻ്റെ അളവനുസരിച്ച് കൂടുതലോ കുറവോ ജ്ഞാനം അവർക്ക് ലഭിക്കും. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക.
ഏതാനും വചനഭാഗങ്ങളിലൂടെ നമ്മുടെ മനസ്സൊന്ന് കടത്തിക്കൊണ്ട് പോയാൽ യേശുവിനെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 21-22 വചനങ്ങൾ. യേശുവിൻ്റെ ജ്ഞാനസ്നാന വേള. അവിടെ നമ്മൾ കാണുന്നു, അവൻ സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരവും കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിനെക്കുറിച്ച് പിതാവ് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മെക്കുറിച്ച് പിതാവായ ദൈവത്തിന് ഇങ്ങനെയൊന്ന് പറയാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ? അതിനുവേണ്ടി നമ്മൾ ജീവിക്കണം. യേശു തന്നെ വെളിപ്പെടുത്തുന്ന ഒരു രംഗം യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം വായിച്ചാൽ കാണാൻ പറ്റും. ഞാനാണ് അഭിഷിക്തൻ ക്രിസ്തു എന്നുള്ളത് കർത്താവ് തന്നെ സ്വയം വെളിപ്പെടുത്തുന്നു. അഭിഷിക്തൻ, രക്ഷിക്കുന്ന ദൈവം, അതാണ് യേശു ക്രിസ്തു. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ രക്ഷയ്ക്കായി അവൻ്റെ പക്കലേക്കായിരിക്കും നമ്മളും തിരിയുക. ബാക്കി എല്ലാ വഴികളും നോക്കിയിട്ട് നടക്കാതെ വരുമ്പോഴല്ല, ആദ്യം നമ്മൾ തിരിയേണ്ടത് യേശു ക്രിസ്തുവിലേക്കാണ്, പ്രാർത്ഥനയിലേക്കാണ്, ദൈവാശ്രയത്വത്തിലേക്കാണ്. അതിനുള്ള ഒരറിവ്, തിരിച്ചറിവ് നമുക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യോഹന്നാൻ ശ്ലീഹ യേശുവിൻ്റെ അരിമശിഷ്യൻ പറയുകയുണ്ടായി, ദൈവം സ്നേഹമാണ്. യേശുവിനെക്കുറിച്ച് പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം അതാണ്, യേശു സ്നേഹമാണ്. പത്രോസ് ശ്ലീഹ, ശിഷ്യന്മാരുടെ അപ്പസ്തോലന്മാരുടെ തലവനായ പത്രോസ് യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-17 വചനങ്ങളിൽ, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ. പിശാചുബാധിതൻ പോലും ഇതേറ്റു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസ് 5-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ, അവിടുന്ന് എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പിശാചുബാധിതൻ പോലും ചോദിച്ചു. സ്നാപക യോഹന്നാൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് യോഹന്നാൻ 1:29 നമ്മൾ കാണുന്നുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഗബ്രിയേൽ ദൂതൻ യേശുവിനെക്കുറിച്ച് പ്രവചിക്കുന്നത്, മുൻകൂട്ടി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവൻ വലിയവനായിരിക്കും, അത്യുന്നതനായിരിക്കും. അങ്ങനെ വൻകാര്യങ്ങൾ യേശുവിനെക്കുറിച്ച് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 1:31 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കർത്താവേ, ഇവരെ പോലെ അങ്ങേ അറിഞ്ഞ് ആ അനുഭവത്തിൽ ജീവിക്കുവാൻ എനിക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശിരസ് നമിക്കുക. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തുക. യേശുവിനെക്കുറിച്ചുള്ള അറിവ് അഭിഷേകമായി മാറിയ ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരും. ദൈവരാജ്യം അന്വേഷിക്കുന്നവരായി നമ്മൾ മാറിയാൽ, ദൈവരാജ്യ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് വേണ്ട ഭൗതികമായ നേട്ടങ്ങൾ കർത്താവ് കൂട്ടിച്ചേർത്ത് തരും. അവിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവെ, അവിടുത്തെ കരം ഈ ദാസരുടെ മേൽ ഉയർത്തണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങേ അറിയുവാനും അനുഭവിക്കുവാനും ഇവരോരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ, ഇവരുടെ ജീവിതത്തെ അനുഗ്രഹപൂരിതമാക്കട്ടെ. കർത്താവെ, അങ്ങ് കരമുയർത്തി ഇവരെ ആശീർവദിക്കണമേ. ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഇവരാർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ, എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ, അവയിലേക്കെല്ലാം കർത്താവെ അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിവരിൽ അഭിഷേകമായി മാറട്ടെ, സൗഖ്യമായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടത് നൽകി അനുഗ്രഹിക്കണമേ. ഇവർക്ക് ഏറ്റവും നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും അഭിഷേകം ചെയ്ത് ഉയർത്തുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. മുട്ടുകുത്താവുന്നവരും മുട്ടുകുത്തുക. ഏതാനും നിമിഷങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം. ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ആശീർവാദം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിക്കാം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും